ഏറെ. എന്തുകൊണ്ട് ആ കൂവൽ? 2024 ജൂലൈ 30 തോരാതെ പെയ്ത മഴയിൽ ജീവിതവും സ്വപ്നങ്ങളും ഉരുളെടുത്ത ആ ജനതയുടെ MLA ആയിരുന്നു ടി സിദ്ദീഖ്. ആ ജനതയെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മറന്ന് സർക്കാരിനൊപ്പം നിൽക്കേണ്ടയാൾ. ദുരന്തബാധിതരെ ഉപയോഗിക്കുന്നതിന് തുല്യമാണ്. ഏതാ ഞങ്ങൾ തറക്കല്ലിലിടുന്നത്, ഞങ്ങൾ വീടും കൊടുത്തില്ലല്ലോ. പുനരധിവാസത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ അഭ്യർത്ഥിച്ചപ്പോൾ അതിനെതിരെ പരസ്യമായ നിലപാടെടുത്ത് KPCC പ്രസിഡന്റ് K സുധാകരനൊപ്പം അയാൾ നിന്നു. വയനാട് ഫണ്ടിലേക്ക് എല്ലാ MLA മാരും സംഭാവന നൽകാൻ തീരുമാനിച്ചപ്പോൾ അത് പാലിച്ചത് കോൺഗ്രസിലെ 7 MLA മാത്രം. വയനാട് ഫണ്ടിലേക്ക് കേരളത്തിലെ MP അവരുടെ ശമ്പളവും MP ഫണ്ടിൽ നിന്നുള്ള തുകയും നൽകിയപ്പോൾ കോൺഗ്രസിൽ നിന്ന് സംഭാവന നൽകിയത് ഒരേ ഒരാൾ മാത്രം. വയനാട് ഫണ്ടിലേക്ക് പണം നൽകേണ്ട കാര്യമില്ലെന്നും നേരിട്ട് ദുരന്ത ബാധിതർക്ക് പണം നൽകിയാൽ പോരെ എന്നും അഹങ്കാരത്തോടെ ഈ സമയത്തും ചോദിച്ചയാളാണ് സ്ഥലം MP പ്രിയങ്ക ഗാന്ധി. സ്വന്തം പാർട്ടിയിലെ MP-മാരെയും MLA-മാരെയും സംഘടിപ്പിച്ച് വയനാട് പുനർനിർമ്മാണത്തിന് ഫണ്ട് കണ്ടെത്തേണ്ടിയിരുന്ന സിദ്ദീഖ് ഇക്കാലം അത്രയും ഒന്നും ചെയ്തില്ലെന്ന് ജനത്തിനറിയാം. അതേസമയം സിദ്ദീഖിന്റെ പാർട്ടി സമാന്തരമായി ആപ്പ് വഴി പണപ്പിരിവ് നടത്തി. സർക്കാർ ശ്രമങ്ങളെ പൊളിക്കാനായിരുന്നു അത്. ഇപ്പോ ആപ്പുമില്ല, കണക്കുമില്ല, ആനക്കാട്ടിലിട്ട് കല്ല് മാത്രം ബാക്കി. യൂത്ത് കോൺഗ്രസ് വയനാടിനായി പിരിച്ച പണം മുൻ പ്രസിഡന്റ് തന്റെ ലീലാവിലാസങ്ങൾക്കായി മറിച്ചതും സിദ്ദീഖിന് പ്രശ്നമായില്ല. വയനാട് ഫണ്ടിലേക്ക് സാലറി ചലഞ്ചിന് സർക്കാർ അഭ്യർത്ഥിച്ചപ്പോൾ അവിടെയും പാര പണിതത് സിദ്ദീഖിന്റെ പാർട്ടിയുടെ സർവീസ് സംഘടനകൾ. ടൗൺഷിപ്പ് നിർമ്മാണ സമയത്ത് ആ വഴി തിരിഞ്ഞു നോക്കിയതുമില്ല. എന്നാൽ ടൗൺഷിപ്പ് പൂർത്തിയായി തുടങ്ങിയപ്പോൾ അനുചരന്മാരെയും കൂട്ടി ഷോ കാണിക്കാൻ മറന്നില്ല. ഈ ഷോയൊക്കെ ജനങ്ങൾ കാണുകയല്ലേ? അവർ മനഃപൂർവ്വം കൂവിയതല്ല, കൂവിപ്പോയതാണ്. ഇനി നിങ്ങൾ പറ, കൂവൽ കുറഞ്ഞു പോയെന്നല്ലേ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്?